എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇനി ഉസ്താദ് മൈക്കെടുക്കട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. മുടിയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തൽക്കാലം ഈ ഒരു മാസത്തേക്കെങ്കിലും നിർത്തിവെക്കണമെന്ന നമ്മുടെ ക്ലാസ്സിന് മുമ്പിൽ പങ്കെടുത്ത ആളുടെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉത്തരവാദിത്തം നാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ വിജയവും കണ്ടു തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം നാം അറിയാതെ ഇന്നും നാളെയുമായി കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, സ്വഹാബത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കണ്ടത്, സ്വഹാബത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊക്കെ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു വാങ്ങാൻ കഴിയുമോ ആ സ്നേഹം മുഴുവനും പ്രകടിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബ കിറാം. ഇതിന്റെ മുമ്പത്തെ ഒരു ക്ലാസ് റൂമിൽ ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്പസമയം പറഞ്ഞിരുന്നു. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, എന്റെ മുമ്പുള്ള ക്ലാസ് റൂമിൽ പങ്കെടുത്ത സഹോദരൻ പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള സുന്നത്തിൽ നിന്ന് അനുദിനം ജനങ്ങൾ അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന, നിർജീവമായി കൊണ്ടിരിക്കുന്ന എന്റെ സുന്നത്തിന് ആരെങ്കിലും അതിന് പുനർജീവൻ നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറാം. സഹാബി മറ്റാരുമല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ, മൻ അഹബ്ബ സുന്നത്തി, ആരാണോ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചത്, ആരാണോ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചത്, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. അങ്ങനെ ആരാണോ എന്നെ സ്നേഹിച്ചത് അവനാണ് എന്നോടൊപ്പം സ്വർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു സ്വഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന്റെ മാതൃക, ഈ സ്വഹാബി മറ്റാരുമല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതെനിക്ക് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ, മറ്റൊരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇപ്രകാരം പറഞ്ഞു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ടല്ലാതെ പരിപൂർണമായ നിസ്കാരമില്ല എന്ന് മുത്തുനബി പറഞ്ഞപ്പോ, ആരാ പള്ളിയുടെ അയൽവാസികൾ? ഈ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ട എത്ര ആളുകളുണ്ട്? നാം ഒന്ന് ചിന്തിക്കുക. മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, പള്ളിയുടെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ടല്ലാതെ പരിപൂർണമായ നിസ്കാരമില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളൂ ചെയ്തുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള ആളുകളൊക്കെ പള്ളിയുടെ അയൽവാസികളാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞു, ഈ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ആ സഹാബി മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതിനെ നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വങ്ങൾ പറഞ്ഞപ്പോ, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ അഅമാ, അന്ധനായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്. അന്ധനായ ഈ സഹാബിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്നാണ്. മക്തൂമിന്റെ മകൻ അബ്ദുള്ള.
അദ്ദേഹം രണ്ട് കണ്ണുകൾക്കും ജന്മനാ കാഴ്ചയില്ലാത്ത സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞു, ഓ നബിയെ, അന റജുലുൻ അഅമ, ഞാൻ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജമാഅത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള സമ്മതം ചോദിച്ചുകൊണ്ട് നബിന്റെ മുന്നിൽ 4 കാരണങ്ങളാണ് ആ സഹാബി പറഞ്ഞത്. ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്, എന്നാലും പ്രശ്നമല്ല, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മദീനത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാം. ബഈദുദ്ദാർ, മദീനത്തെ പള്ളിയിൽ നിന്നും ഒരുപാട് അകലെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്, മദീനത്തെ പള്ളിയിൽ നിന്നും ഒരുപാട് അകലെയാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന, പള്ളിയിലേക്ക് വരുന്ന വഴികൾ മുഴുവനും കസീറത്തുൽ ഹവാമി വസ്സിബാൾ, തേളുകളും പാമ്പുകളും ഇഴജന്തുക്കളും ഒക്കെ വിഷജന്തുക്കളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു വഴിയിലൂടെ, നിറയെ വിഹരിക്കുന്ന ഒരു വഴിയിലൂടെ മാത്രം കടന്നുകൊണ്ട് വേണം നബിയെ എനിക്ക് പള്ളിയിലേക്ക് എത്തിപ്പെടാൻ. അതും ഒരു പ്രശ്നമല്ല, എന്നാലും ഞാൻ വരുമായിരുന്നു. വലൈസലിയ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, കണ്ണിന് കാഴ്ചയില്ലാത്തതൊരു പ്രശ്നമല്ല, എൻ്റെ വീട് ദൂരത്തായതും ഒരു പ്രശ്നമല്ല, വഴിയോരങ്ങൾ വളരെ ദുർഘടമായതും ഒരു പ്രശ്നമല്ല. എന്നെ പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരു സഹായി എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് വരുമായിരുന്നു. അതിനും ഒരു സഹായിയും എൻ്റെ കൂടെ ഇല്ല. 4 കാരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആ സ്വഹാബി പറഞ്ഞത്. ഒന്നാമതായി, ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്, മദീനത്തെ പള്ളിയിൽ നിന്നും ഒരുപാട് അകലെയാണ് എൻ്റെ വീടുള്ളത്. ഞാൻ പള്ളിയിലേക്ക് വരുന്ന വഴിയോരങ്ങളും മുഴുവനും വളരെ ദുർഘടമായ പാമ്പുകളും തേളുകളും ഇഴജന്തുക്കളും യഥേഷ്ടം വിഹരിക്കുന്ന ഒരു വഴിയിലൂടെ കടന്നു വേണം എനിക്ക് പള്ളിയിലേക്ക് വരാൻ. അതൊന്നും പ്രശ്നമല്ല, എന്നെ പള്ളിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരു സഹായിയും എനിക്കില്ല നബിയെ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കട്ടെ. പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ടല്ലാതെ നിസ്കാരമില്ല എന്ന് തങ്ങളല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം അദ്ദേഹത്തിനിക്ക് നഅം എന്ന് മറുപടി പറഞ്ഞു. അതേ, നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം. ഇദ്ദേഹം ഈ സന്തോഷ വാർത്തയുമായി ഇറങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ്. ഹദീസിൽ കാണാം, അന്നഹു യുറഖിസു ലഹു ഫയുസല്ലി ഫീ ബൈതിഹി, വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. ഫറഖസ ലഹു, ഫലമ്മാ വല്ല, അദ്ദേഹം അങ്ങനെ തിരിഞ്ഞു പോയപ്പോൾ നബിന്റെ അടുക്കൽ നിന്ന് ഈ സന്തോഷ വാർത്തയുമായി കൊണ്ടുപോകുമ്പോ ദഅാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ തിരിച്ചു വിളിക്കുകയാണ്. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഹൽ തസ്മഉൻ നിദാഅ ബിസ്സലാ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്. ആ സ്വഹാബിയുടെ മറുപടി, നഅം യാ റസൂലല്ലാഹ്, അതേ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കേൾക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഅജിബ്, എങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഈ സഹാബി ഒന്നും തന്നെ പ്രതികരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പടി പറഞ്ഞത് അംഗീകരിക്കുകയാണ്, ഒന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല. നമ്മളാണെങ്കിലോ, നമ്മളൊക്കെ പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ, നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ നിസ്കാരത്തിന് പോകുന്നവരാണെങ്കിൽ തന്നെ പള്ളിയിലെ ഉസ്താദ് ചോദിക്കുകയാണ്, അതല്ല ഇന്ന് നിങ്ങളെ ജമാഅത്തിന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര കാരണങ്ങൾ ഉണ്ടാകും. അവിടെ പോയി ഇവിടെ പോയി എന്തൊക്കെ 100 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട്, നിങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് ഞാൻ, മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് എൻ്റെ വീടുള്ളത്,
മാത്രമല്ല വരുന്ന വഴിയോരങ്ങൾ മുഴുവനും വളരെ ദുർഘടമായ വഴിയിലൂടെ കടന്നു വേണം എനിക്ക് പള്ളിയിലേക്ക് വരാൻ. അത് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സഹായമില്ല. ഈ 4 അനിവാര്യമായ കാരണങ്ങൾ പറഞ്ഞിട്ട് പോലും ബാങ്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ അങ്ങനല്ല നബിയെ, ഇങ്ങനല്ല നബിയെ, ഒന്നും ആ സഹാബി പറയാൻ തയ്യാറായില്ല. നോക്കൂ, ആ സഹാബി പിന്നീട് പിന്നെ ആരായി മാറിയെന്നറിയുമോ? ചരിത്രത്തിൽ കാണാം, മദീനത്തെ പള്ളിയിലെ 2ാമത്തെ മുഅദ്ദിനായി അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മാറി. അന്നു മുതൽക്ക് സുബഹി നിസ്കാരത്തിനിക്ക് പോലും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എത്തുമായിരുന്നു. തഹജ്ജുദിന്റെ ബാങ്ക് കൊടുത്തിരുന്നത് അലി റളിയല്ലാഹു അൻഹുവായി, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവായിരുന്നുവെങ്കിൽ സമയത്തിന്റെ ബാങ്ക് കൊടുത്തിരുന്നത്, സുബഹി നിസ്കാരത്തിന്റെ സാദാ ബാങ്ക് കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവായിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, അന്ന ബിലാലൻ യുനാദി ബിലൈലിൻ ഫകുലു വഷ്റബു. റമളാൻ മാസത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു റസൂൽ അത് പറഞ്ഞത്. റമളാൻ മാസത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ആവാം. ഹത്താ യുനാദി ഇബ്നു ഉമ്മു മക്തൂം. സുബഹി നിസ്കാരത്തിലേക്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നത് വരെ. വഖാന ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നു റജുലൻ അഅമ, കണ്ണിന് കാഴ്ചയില്ലാത്ത കുരുടനായിരുന്നു. ലാ യുനാദി, അദ്ദേഹം ബാങ്ക് കൊടുക്കുകയില്ല. ഹത്താ യുഖാല ലഹു, അദ്ദേഹത്തോട് പറയപ്പെടുന്നത് വരെ അസ്ബഹത 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 അസ്ബഹത. ബാങ്ക് കൊടുക്കാൻ സുബഹി നിസ്കാരത്തിനിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ മദീനത്തെ പള്ളിയിൽ എത്തിപ്പെടുകയും അദ്ദേഹമായിരുന്നു സുബഹിന്റെ ബാങ്ക് കൊടുത്തിരുന്നത്. സമയമായി കഴിഞ്ഞാൽ സഹാബാക്കൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും, അസ്ബഹത്ത അസ്ബഹത്ത, നേരം പുരലാരായി, നിങ്ങൾ ബാങ്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാങ്ക് കൊടുക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ച് മാതൃക കാണിച്ചു തന്നത്. പള്ളിയിലേക്കുള്ള ജമാഅത്ത്, പള്ളിയിലേക്ക് വരാതിരിക്കാൻ 4 കാരണങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ബോധിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പേ പള്ളിയിൽ എത്തിപ്പെട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലെ 2ാമത്തെ മുഅദ്ദിനായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മാറിയെങ്കിൽ എവിടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നാമും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഓരോ സുന്നത്തുകളും നമ്മളിൽ നിന്ന്, പള്ളിയിൽ ജമാഅത്തിന്റെ കാര്യത്തിൽ നാം വളരെ പുറകിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഒരു മാതൃക, ഇങ്ങനെ ഓരോ സഹാബത്തിന്റെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തും ആ ഇഷ്കും ആ സ്നേഹവും ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട സഹാബത്ത് പ്രകടിപ്പിച്ച ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിലാണ് നിങ്ങൾ ഉത്തമവും ഉദാത്തവുമായ മാതൃക കണ്ടെത്തേണ്ടത്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യനാളിനെയും ഭയപ്പെടുന്ന ആളുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് മാതൃകയാക്കേണ്ടത്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് അവിടത്തെ സ്നേഹിക്കാൻ സർവാധിനാഥൻ നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.